തനിമ കലാസാംസ്കാരിക വേദി അസീർ സോൺ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. അബ്ദുൽ കലാം തിരുവനന്തപുരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സോണൽ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഷൈനി മോഹൻ, സറീന ടീച്ചർ, ബാബു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ദിനേശ് വണ്ടൂർ, അൻസാരി ഇരാറ്റുപേട്ട, റോബർട്ട് കൊല്ലം തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഫോക്കസ് മക്ക ചാപ്റ്റർ അലബീർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് സൗജന്യ വൃക്ക രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെ മക്കയിലെ അലബീർ പോളിക്ലിനിക്കിലാണ് ക്യാമ്പ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അലബീർ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഇമ്രാൻ, അയ്യൂബ് മുസ്ലിയാരകത്ത്, പ്രിൻസ് പാറായി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജിദ്ദ ഷറഫിയ അൽ റയ്യാൻ ഏരിയ ഖുറാൻ ലേണിംഗ് ക്ലാസിന്റെ വാർഷികം സംഘടിപ്പിച്ചു. അൽ റയ്യാൻ ഗ്രൂപ്പ് ചെയർമാൻ VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് കുട്ടി മദനി മുഖ്യപ്രഭാഷണം നടത്തി. ഖുറാൻ പരീക്ഷയിൽ വിജയികളാവർക്കുള്ള സമ്മാന വിതരണവും നടത്തി. TP ഷുഹൈദ് അധ്യക്ഷത വഹിച്ചു. ഗഫൂർ വളപ്പൻ, മുഹമ്മദ് അലി ചുണ്ടക്കാടൻ, ഇസ്മായിൽ മരുതേരി തുടങ്ങിയവർ സംസാരിച്ചു. സരിത കേസിൽ അന്വേഷണം നടന്നാൽ പല സഹപ്രവർത്തകരും മോശക്കാരാകുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ. മീഡിയ വൺ വ്യൂ പോയിന്റിലായിരുന്നു സതീശിന്റെ പ്രതികരണം. കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. സരിതയ്ക്ക് പിന്നിൽ നടക്കുന്നത് കള്ളക്കളികളാണെന്നും VD സതീശൻ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ കോടതിയിൽ സരിത രഹസ്യമൊഴി നൽകിയ പ്രശ്നത്തിൽ അബ്ദുള്ളക്കുട്ടിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട് ചിലരെങ്കിലും. ധാർമ്മികതയുടെ പേരിൽ അബ്ദുള്ളക്കുട്ടി MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ? എന്ത് ധാർമ്മികത? ഇതാരാ ഇത് പറയുന്നത്? ഇതിൻ്റെ നാടകം എത്ര നാളായി കേരളം കാണുന്നു? സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നില്ല. സമഗ്രമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും മോശക്കാരായിട്ട് മാറാൻ പോകുന്നത്. എനിക്ക് ഈ മന്ത്രിസഭയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതായത് ഒരു പുനഃസംഘടന ആവശ്യമില്ല. അല്ലല്ല, വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഈ മന്ത്രിസഭയിൽ നിന്ന് അങ്ങനെ ഒരു പെർഫോമൻസിൻ്റെ പേരിലൊന്നും ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ മുഖ്യമന്ത്രിയാണ് ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹമാണ് അത് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് എതിരായി ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. രാജ്യസന്നദ്ധ അറിയിച്ച AP അബ്ദുള്ളക്കുട്ടിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിന്തുണ. കുറ്റാരോപിതൻ മാത്രമായ അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട അബ്ദുള്ളക്കുട്ടി രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. രാവിലെ 7:20 കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെത്തി അബ്ദുള്ളക്കുട്ടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. തനിച്ച് ഓട്ടോറിക്ഷയിലെത്തിയായിരുന്നു സന്ദർശനം. സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും എന്നാൽ രാജി സംബന്ധിച്ച അവസാന തീരുമാനം മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനും കൈക്കൊള്ളാമെന്നും അബ്ദുള്ളക്കുട്ടി മുഖ്യമന്ത്രിയെ അറിയിച്ചു. തൽക്കാലം രാജി വേണ്ടെന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും നിലപാട്. വരും ദിവസങ്ങളിലെ കേസിന്റെ ഗതി എങ്ങോട്ടാണ് എന്നതിനനുസരിച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി അബ്ദുള്ളക്കുട്ടിയെ അറിയിച്ചു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ആരോപണ വിധേയനായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആരോപണ വിധേയരായിട്ടുള്ളവരെ എല്ലാവരെയും കുറ്റക്കാരായിട്ട് കാണാൻ സാധിക്കില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും. ഇത് രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണണം. ഇന്നലെ KPCC പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അബ്ദുള്ളക്കുട്ടി അതിന് തയ്യാറായില്ല. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുക വഴി A ഗ്രൂപ്പിന്റെ പിന്തുണ ആർജിക്കുക എന്ന ലക്ഷ്യവും അബ്ദുള്ളക്കുട്ടിക്കുണ്ട്. എന്നാൽ അബ്ദുള്ളക്കുട്ടി രാജിവെക്കണമെന്ന ഉറച്ച ആവശ്യത്തിലാണ് സുധാകര വിഭാഗം. ഇക്കാര്യം DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ VM സുധീരനെയും ഉമ്മൻചാണ്ടിയെയും അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും സരിത കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിക്കും വരെ കാത്തിരിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയും സുധീരനും ഇവർക്ക് നൽകിയത്. മീഡിയ വൺ കണ്ണൂർ. ഈ വിഷയമാണ് ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി OICC കുവൈറ്റിൽ നിന്നും വർഗീസ് ജോസഫ് മാനമണും ഒപ്പം ജിദ്ദയിൽ നിന്ന് നവോദയ സാംസ്കാരിക വേദി രക്ഷാധികാരി VK അബ്ദുൾ റവൂഫും ഒപ്പം ദുബായിൽ നിന്ന് അഡ്വക്കേറ്റ് ഹാഷിഖും ചേരുന്നു. ആദ്യം ശ്രീ വർഗീസ് ജോസഫിലേക്ക്. അബ്ദുള്ളക്കുട്ടി രാജിവെക്കേണ്ടതില്ല, കുറ്റാരോപിതൻ മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി സരിതയുമായി ബന്ധപ്പെട്ടുള്ള അബ്ദുള്ളക്കുട്ടിയുടെ വിവാദം കെട്ടടങ്ങുകയാണോ അതോ പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണോ? ഈ വിഷയത്തില് കഴിഞ്ഞ ഒരു വർഷക്കാലമായി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് ഈ സരിതയും സോളാറും കേരള രാഷ്ട്രീയത്തിലേക്ക് മുഖ്യധാരയിലേക്ക് മാധ്യമങ്ങൾ സ്വന്തം നേടി കടന്നു വന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ മാധ്യമങ്ങള് ഇത് ഒരു വിധത്തിൽ പറഞ്ഞാല് ആഘോഷിക്കുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ VD സതീശൻ MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ ശ്രീ അബ്ദുള്ളക്കുട്ടിയുടെ പേര് ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആരാണ് കുറ്റം ആരോപിക്കുന്നത്? കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ കോടതികളിൽ
നിരവധി കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വകുപ്പുകളിൽ തട്ടിപ്പ്, ചതിവ്, വഞ്ചന, ഗൂഢാലോചന തുടങ്ങി നിരവധി വകുപ്പുകളിൽ വിചാരണയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ് ശ്രീ അബ്ദുള്ള കുട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. തീർച്ചയായും അബ്ദുള്ള കുട്ടിക്ക് തന്റെ ഭാഗം, പ്രത്യേകിച്ച് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കുടുംബമായി ജീവിക്കുന്ന അദ്ദേഹത്തിന് സ്വാഭാവിക നീതി കിട്ടുമെന്നാണ് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ OICCയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് കെട്ടടങ്ങുമോ ഇല്ലയോ കേരളത്തിലെ മാധ്യമങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ്. കാരണം മാധ്യമങ്ങൾ ഇത് തുടർന്ന് ചർച്ചയായി കൊണ്ടുപോകുമെങ്കിൽ തീർച്ചയായും ഇത് മുമ്പോട്ട് പോകും. മാധ്യമ ശ്രദ്ധ എന്ന് ഈ ശ്രീ വർഗീസ് ജോസഫ് അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുമോ? കാരണം ഇന്ന് ഈ വിഷയത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ പറഞ്ഞത് സരിത വിവാദത്തിൽ അന്വേഷണം നടന്നാൽ തന്റെ പല സഹപ്രവർത്തകരുടെയും പ്രതിച്ഛായ മോശമാകും. അബ്ദുള്ള കുട്ടിയെ കൂടി പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടല്ലേ സതീശന്റെ ഈ പ്രതികരണം? മാത്രമല്ല, ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റി മാത്രമല്ല പ്രശ്നം, എന്ത് ആരോപണം ഉന്നയിക്കുന്നു എന്നതുകൂടി പ്രശ്നമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ KPCC വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നാൽ തന്റെ പല സഹപ്രവർത്തകരുടെയും പ്രതിച്ഛായ മോശമാകും. അങ്ങനെയിരിക്കെ ഇത് വെറും ഒരു ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയാൻ കോൺഗ്രസിനാകുമോ? തീർച്ചയായിട്ടും ഇതിപ്പോ ഒരു ആരോപണം മാത്രമായിട്ടേ പറയാനൊക്കത്തുള്ളൂ. ഇപ്പം ആരോപണം അന്വേഷണം നടത്തിയതിന് തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിലൊന്നും ആരും ഒരു കോൺഗ്രസ് പ്രവർത്തകർക്കോ ആർക്കും ആക്ഷേപം, UDF പ്രവർത്തകർക്കോ ആക്ഷേപം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. VD സതീശൻ പറഞ്ഞത് ആരോപണം പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളത്തെ പിടിച്ചുകുലുക്കി എത്രയോ വലിയ സംഭവങ്ങൾ, തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇതൊരു പ്രധാന വിഷയമായി കേരളത്തിലെ UDF വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും തെരഞ്ഞെടുപ്പില് വളരെ സ്വാധീനിക്കാനോ ഒന്നും സാധിച്ചില്ല എന്നത് ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ്. കണ്ണൂരിൽ കോൺഗ്രസ് നേതാവ് K. സുധാകരൻ തോറ്റിരിക്കുന്നു. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ VK അബ്ദുൾ റൌഫ്, CPM-ന് ഈ കാര്യത്തിൽ പ്രതീക്ഷിച്ചൊരു ആവേശം ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? കാരണം അബ്ദുള്ള കുട്ടി രാജിവെക്കുകയാണെങ്കിൽ K. സുധാകരൻ അവിടെ നിന്ന് മത്സരിക്കും. K. സുധാകരൻ നിയമസഭയിലെത്തുന്നത് കണ്ണൂരിന്റെ ഇടത് കോട്ടയായ കണ്ണൂരിൽ നിന്ന് K. സുധാകരൻ നിയമസഭയിലേക്ക് എത്തുന്നത് CPM-ന് അല്ലെങ്കിൽ ഇടതു കക്ഷികൾക്ക് അത്ര താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കുമോ അബ്ദുള്ള കുട്ടി വിഷയത്തിൽ ഇടതുപക്ഷങ്ങൾ ഇത്ര ശക്തമായൊരു സമീപനം സ്വീകരിക്കാതിരിക്കുന്നത്? VK അബ്ദുൾ റൌഫിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ദുബൈയിൽ നിന്നും അഡ്വക്കേറ്റ് ഹാഷിഖ് ചേരുന്നു. ശ്രീ ഹാഷിഖ്, ഒരു സ്ത്രീയുടെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഡൽഹി റേപ്പിന് ശേഷം, ആ ഒരു സംഭവത്തിന് ശേഷം ഒരു സ്ത്രീയുടെ പരാതി അത് രേഖപ്പെടുത്തി കിട്ടണമെന്നില്ല, വാക്കാൽ കിട്ടിയാൽ പോലും നടപടിയെടുക്കാമെന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ വിധി വന്നിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സരിത മാധ്യമങ്ങളോട് തന്നെ പറയുകയുണ്ടായി, താൻ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ മൊഴി തന്നെയാണ് രഹസ്യമൊഴിയായി കോടതിയിലും നൽകിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് അബ്ദുള്ള കുട്ടി തന്നെ തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ്. ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അബ്ദുള്ള കുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യാത്തത്, അല്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കാത്തത്? ശ്രീ അഡ്വക്കേറ്റ് ഹാഷിഖ്, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ താങ്കളോടായിരുന്നു എൻ്റെ ചോദ്യം. സാങ്കേതിക തകരാർ നേരിടുന്നു. നമുക്ക് തിരിച്ച് വർഗീസ് ജോസഫിലേക്ക് തന്നെ വരാം. ശ്രീ വർഗീസ് ജോസഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തു തന്നെ ഇതൊരു ആരോപണം മാത്രമാണെങ്കിലും ധാർമ്മികമായി ചില ഉത്തരവാദിത്തങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അബ്ദുള്ള കുട്ടിക്കില്ലേ? അബ്ദുള്ള കുട്ടി തന്നെ രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നു, താൻ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് വേണ്ട എന്ന് പറയുന്നു? രാജിവെക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വന്നിരിക്കുന്ന MLA-ക്ക് അദ്ദേഹത്തിന് തന്നെ തോന്നുന്നുണ്ടാവും താൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന്. അദ്ദേഹം തന്നെ പറയുന്നു, തൻ്റെ ഭാര്യയും കുടുംബത്തിലുള്ളവരും പറയുന്നു രാജിവെക്കുമെന്ന്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാജ്യസന്നദ്ധത വേണ്ട എന്ന് പറയുന്നു, രാജിവെക്കേണ്ട എന്ന് പറയുന്നു? ധാർമ്മികമായി ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ മുഖ്യമന്ത്രി കണക്കാക്കുന്നത്? അല്ലല്ല, അത് മുഖ്യമന്ത്രിയുടെ അല്ല. അബ്ദുള്ള കുട്ടി അദ്ദേഹത്തിന്റെ ഒരു മഹത്വം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തള്ളിക്കളയാണ്. പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള അല്ല, പല വിഷയങ്ങളിൽ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്. ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ കൃത്യമായി അത് നിഷേധിക്കുക. അബ്ദുള്ള കുട്ടി പറഞ്ഞത് അതിന്റെ ഒരു ധാർമ്മിക, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കണം. അബ്ദുള്ള കുട്ടിയൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിച്ചത്, അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായി ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നു, തുടർന്ന് കോൺഗ്രസിലേക്ക് വന്നു. അങ്ങനെ അബ്ദുള്ള കുട്ടിയൊക്കെ പൊതുരംഗത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന വ്യക്തികളാണ്. അതുപോലെയല്ല ഇപ്പൊ സ്ത്രീ പീഡനത്തിന്റെ ഒരു സ്ത്രീ പരാതി കൊടുക്കൽ മുമ്പ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ
ഡൽഹിയുമായി ബന്ധപ്പെട്ട ശേഷം സ്ത്രീകൾക്കെതിരെ പരാതി കൊടുത്താൽ അതിന് ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുക്കാവുന്നതുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച മറ്റു പല ആരോപണങ്ങൾ ഉന്നയിച്ചു. ശ്രീ വർഗീസ് ജോസഫ് ദയവായി തുടരുക. കേസെടുക്കാം, പക്ഷേ അന്വേഷണമൊന്നും നടക്കുന്നില്ല എന്ന് മാത്രം. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹാഷിഖ് ദുബായിൽ നിന്ന് വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നു. ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ച ചോദ്യം, ഒരു സ്ത്രീ ഡൽഹി റേപ്പിന് ശേഷം അല്ലെങ്കിൽ ഡൽഹി കൂട്ടബലാത്സംഗത്തിന് ശേഷം ഒരു സ്ത്രീ രേഖാമൂലമുള്ള പരാതി നൽകിയില്ലെങ്കിൽ പോലും, വാക്കാൽ പരാതി നൽകിയാൽ പോലും കേസെടുത്ത് അന്വേഷണം നടത്താമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സരിത മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിരിക്കുന്നു, അബ്ദുള്ളക്കുട്ടി, AP അബ്ദുള്ളക്കുട്ടി തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ബലാത്സംഗം ചെയ്തു. ഇത് തന്നെയാണ് താൻ കോടതിയിൽ നൽകിയ പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുന്നത്. ഈ മൊഴിയിൽ തന്നെയാണ്. ഇത്തരം വളരെ വ്യക്തമായി സരിത പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഈ കേസിൽ കാര്യമായ അന്വേഷണം നടത്താത്തത്? ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കുറയുന്നു എന്നുള്ള പല കോണിൽ നിന്നുമുള്ള ആരോപണങ്ങൾക്കും മറ്റുമൊക്കെ വിധേയമായിക്കൊണ്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും അങ്ങനെയുള്ളതൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇന്നിപ്പോൾ UP-യിലൊക്കെ കണ്ട ഈ ആത്മഹത്യയും അല്ലെങ്കിൽ റേപ്പ് കേസും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള സുരക്ഷിതത്വം കൊടുക്കണം. പക്ഷേ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം നിയമങ്ങളുടെ സാധുത കണക്കിലെടുത്തുകൊണ്ട് അതിനെ ചൂഷണം ചെയ്യുന്ന 37ഓളം കേസിലെ പ്രതിയായ സരിതമാരായുള്ള ഒരു ആളുകൾ വനിതകൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു വനിത എന്നുള്ള നിലയിൽ എന്തും കളിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതാണ് നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുന്നത്. ഇവിടെ ആരാണ് സരിത? 37ഓളം ചില സാങ്കേതിക തര നേടുന്നു. അഡ്വക്കേറ്റ് ഹാഷിഖിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ വീണ്ടും ശ്രീ വർഗീസ് ജോസഫിലേക്ക്. ശ്രീ വർഗീസ് ജോസഫ്, AP അബ്ദുള്ളക്കുട്ടിക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് പറയാനാകുമോ? പ്രത്യേകിച്ചും അബ്ദുള്ളക്കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു, കണ്ണൂർ DCC-യിൽ നിന്നും തനിക്ക് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്ന്. കണ്ണൂർ DCC ആദ്യം തന്നോട് പറഞ്ഞു, ആരോപണമുണ്ടായ സാഹചര്യത്തിൽ പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കണം. പൊതുവേദികളിൽ നിന്ന് അത് കേട്ട് അബ്ദുള്ളക്കുട്ടി മാറി നിന്നപ്പോൾ കണ്ണൂർ DCC തന്നെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അബ്ദുള്ളക്കുട്ടി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന്. എന്ത് വൈരുദ്ധ്യാത്മകതയാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നത്? അബ്ദുള്ളക്കുട്ടിക്ക് പൂർണ്ണമായൊരു പിന്തുണ കോൺഗ്രസിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടോ? ഇത് കോൺഗ്രസിൽ അതിനകത്ത് പ്രത്യേകിച്ച് വൈരുദ്ധ്യമൊന്നുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസാണ്. കോൺഗ്രസിനകത്ത് വിവിധ അഭിപ്രായങ്ങൾക്ക് പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ശക്തിയും ബലവും എന്ന് പറയുന്നത്. അപ്പം വ്യക്തിപരമായി അല്ലെങ്കിൽ അബ്ദുള്ളക്കുട്ടിയുടെ വിയോജിപ്പുള്ളവരൊക്കെ എല്ലാ രംഗത്തും കാണാം. പ്രത്യേകിച്ച് അദ്ദേഹം മുമ്പ് ഇടതുപക്ഷത്ത് പ്രവർത്തിച്ചിരുന്നു, തുടർന്ന് കോൺഗ്രസിലേക്ക് കടന്നു, പെട്ടെന്ന് MLA ആകുന്നു. അങ്ങനെ അദ്ദേഹത്തോട് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പില്ലാത്തവരോ കാണും. അങ്ങനെയുള്ളവരൊക്കെ എതിർക്കുമായിരിക്കും. എങ്കിലും കോൺഗ്രസ് പാർട്ടിയായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു വിവാദ വിഷയം കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു നിലപാട്, പ്രത്യേകിച്ച് ഈ അദ്ദേഹത്തെ അവിടുത്തെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സഹകരിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ കോൺഗ്രസ് ഔദ്യോഗികമായി ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇതൊക്കെ പകുതിയും ഇതിൽ മാധ്യമങ്ങളുടെ ഒരു വാർത്ത. ശ്രീ വർഗീസ് ജോസഫ്, ഇത് ഞാൻ പറയുന്നതോ മാധ്യമങ്ങൾ പറയുന്നതോ അല്ല, AP അബ്ദുള്ളക്കുട്ടി തന്നെ പറഞ്ഞതാണ്. കോൺഗ്രസ് ഒരു വലിയ ക്യാൻവാസ് ആണ്, പക്ഷേ ഈ കാര്യത്തിൽ അടിസ്ഥാന പിന്തുണ കിട്ടേണ്ടത് കണ്ണൂർ DCC-യിൽ നിന്നാണ്, അല്ലാതെ ഹൈക്കമാൻഡിൽ നിന്നല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അബ്ദുള്ളക്കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത്, കണ്ണൂർ DCC-യിൽ നിന്ന് തനിക്ക് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല. KX സുധാകരന്റെ ഒരു ലോബിയിങ് ഈ കാര്യത്തിൽ ഉള്ളത് കൊണ്ടാണോ കണ്ണൂർ DCC അബ്ദുള്ളക്കുട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകാത്തത്? കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഔദ്യോഗികമായി ഇതിനെ സംബന്ധിച്ച ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യുകയോ ഈ ഒരു ആരോപണത്തെ കുറിച്ചോ അല്ലെങ്കിൽ കാരണം ഇന്നലെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഈ മൊഴി തന്നെ എത്രയോ തവണ മാറ്റിവെച്ച് അവസാനം ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ കോടതി സാക്ഷിതല്ല ഭീഷണിയുടെ തരത്തിൽ തന്നെ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് മൊഴി കൊടുക്കാൻ തയ്യാറായത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്നലെ മൊഴി എടുത്ത് ഇന്ന് പോലീസ് അതിനെക്കുറിച്ച് റിപ്പോർട്ട്